സഹോദരരെ സല്യൂട്ട്. ഒരു ക്ഷേത്രത്തിൽ ഒരു സംഘടനമുണ്ടായി. അത് പിന്നീട് വഷളായി രണ്ട് രാഷ്ട്രീയ ചേരികൾ തമ്മിൽ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമമുണ്ടായി. വളരെ സീരിയസ് ആയിട്ട് ആൾക്കാർക്ക് രണ്ട് വിഭാഗത്തിലുള്ളവർക്കും വെട്ടും കുത്തും പരിക്കുകളും ഒക്കെ ഏറ്റു. ഈ കേസിനകത്ത് കുറച്ചുപേരൊക്കെ അറസ്റ്റിലായെങ്കിലും അതിന് മുഖ്യ പ്രതികൾ ആരും അറസ്റ്റിലാകാത്തത് കൊണ്ട് പത്രങ്ങളിലൊക്കെ അത് വലിയ വാർത്തയായി വന്നു. ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞിട്ടും പ്രതികളെ ആരെയും പിടിക്കാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു ദിവസം പ്രതികളൊക്കെ അവിടെ വീടുകളിൽ വരുന്നുണ്ട് എന്നുള്ള വിവരവും കിട്ടി. അപ്പൊ നമുക്കൊരു ദിവസം രാത്രി പോയി ആ വീടുകൾ റെയ്ഡ് ചെയ്ത് ഇവരെ പിടിക്കാനുള്ള ഒരു ശ്രമം നടത്താം എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ഒരു 5-6 സംഘങ്ങൾ രാത്രി കാലത്ത് പോയി അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ചൊരു റെയ്ഡ് നടത്തിയിരുന്നു. പ്രതികളെയൊക്കെ പിടിച്ച് നല്ല പേര് കേൾക്കാമെന്നൊക്കെയുള്ള വലിയ ധാരണയുടെ പുറത്തൊക്കെയാണ് പോയത്. പക്ഷെ പ്രശ്നം കൂടുതൽ വഷളാവുകയായിരുന്നു. ഈ വീടുകളിൽ ഉണ്ടായിരുന്ന സ്ത്രീകളിൽ ചിലർ പോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും അവരുടെ ശരീരത്തിൽ ആകമാനം പരിക്കുകൾ ഉണ്ടെന്നും ചില പോലീസുകാർ വീട്ടിന്റെ അകത്ത് കയറി ഈ സ്ത്രീകളെ ഉപദ്രവിച്ചെന്നും ചില സ്ത്രീകൾ ഈ ബലാത്സംഗത്തിന് പോലും വിധേയയായി എന്നുള്ള വാർത്തയുമൊക്കെയാണ് കേട്ടത്. 1986 തങ്കമണിയിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായത്. ആ സമയം ഞാൻ പോലീസിൽ കയറിയിട്ടില്ല. സിവിൽ സർവീസിന്റെ പ്രിലിമിനറി പാസ്സായി മെയിനിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാലും ഒരു വളരെ വിവാദമായ സംഭവമായിരുന്നു. അപ്പൊ അതിന് സമാനമായ വിവാദങ്ങളാണ് ഇപ്പോഴും ഉണ്ടായത്. DGP എന്നോട് പറഞ്ഞു നേരിട്ട് ഞാൻ അന്വേഷിച്ച് ഇതിന് റിപ്പോർട്ട് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ തന്നെ പോയി സ്ത്രീകളെ കാണുകയും സ്ത്രീകളോട് സംസാരിക്കുകയും ചെയ്തപ്പോ കുറെ സ്ത്രീകൾക്ക് പരിക്കുകളും ഇവിടെയൊക്കെ മുറിവുകളും മുഖത്ത് അടിയേറ്റ പാടൊക്കെ ഉണ്ട്. ചില സ്ത്രീകൾ പറഞ്ഞു അവരെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞെങ്കിലും അതിന് സ്പഷ്ടമായ തെളിവുകളൊന്നും കിട്ടിയില്ല. പക്ഷെ അന്ന് ഏറ്റവും കൂടുതൽ തെറ്റായി എനിക്ക് തോന്നിയത് വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലാതെ വീടിന്റെ ഉള്ളിൽ കയറി ഇങ്ങനെ സ്ത്രീകളെ അടക്കം പരിശോധിക്കുന്ന രീതി ശരിയല്ലാത്തത് കൊണ്ട് ഈ പോലീസുകാർക്കെതിരെ കർശന നടപടി, സസ്പെൻഷൻ അടക്കമുള്ള കർശന നടപടി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ട് ഞാൻ കൊടുത്തതിന്റെ അന്ന് രാത്രി മുതൽ, അന്ന് ഞാൻ താമസിച്ചിരുന്ന ഒരു ചെറിയ വാടക കെട്ടിടമായിരുന്നു, ഒരു 2 മുറിയുള്ള വാടക കെട്ടിടമായിരുന്നു. കിടപ്പ് മുറിയുടെ പുറത്തെ ജനലിൽ രാത്രി മുഴുവനും ഇങ്ങനെ നഖം വെച്ച് ചുരണ്ടുന്ന ശബ്ദം, ചിലപ്പോൾ ചില ആയുധങ്ങൾ വെച്ച്, കത്തി പോലെയുള്ള ആയുധങ്ങൾ വെച്ച് ടക്ക് ടക്ക് ടക്കെന്ന് കൊട്ടുന്ന പോലെയോ ചുരണ്ടുന്ന പോലെയോ ഒക്കെയുള്ള ഒച്ച. അപ്പൊ അതെന്തായാലും നമ്മളെ ഉണർത്തും. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു നോക്കുമ്പോ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ രഹസ്യ രൂപത്തിൽ ഇങ്ങനെ വിസ്പറിങ് പോലെ സംസാരിക്കുകയാണ്. എന്താണ് എന്നൊക്കെയുള്ള പോലെയുള്ള ഒരു സംസാരം കേൾക്കുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി കുറെ പേരുണ്ട്, ഇത് 1ഉം 2ഉം അല്ല, ഒരുപാട് പേരുണ്ട്. അപ്പൊ ആ സമയത്ത് എനിക്ക് ധൈര്യം നല്ലപോലെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും മനസ്സിൽ കൂടെ പോവുക ഷേക്സ്പിയറിന്റെ ചില കൊട്ടേഷൻസ് ആണ്. ഡിസ്ക്രിഷൻ ഇസ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് വാലർ എന്നുള്ളതും ധൈര്യത്തിന്റെ ഏറ്റവും വലിയ തത്വം എന്ന് പറയുന്നത് കരുതലാണ്. കരുതലോടുകൂടി ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ള വാക്കും, പിന്നെ ഫൂൾസ് റഷ്യൻ വേർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് എന്നുള്ള വേറൊരു കൊട്ടേഷനും കൂടെ ഓർമ്മ വരും. അതായത് മാലാഖമാർ കടക്കാൻ പേടിക്കുന്നിടത്തോട്ടാണ് വിട്ടികൾ ഓടിക്കയറി ചെല്ലുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ രാത്രി ഒറ്റയ്ക്ക് ഈ 5-6 പേരുള്ള ഇടയിലോട്ട് ഇറങ്ങി പോകണ്ട എന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കും. പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റ് പുറത്തൊക്കെ നോക്കുമ്പോ ജനലിന്റെ വെളിയിലൊക്കെ ഇങ്ങനെ ഒരച്ച പാടുകളും തുറക്കാൻ ശ്രമിച്ചതിന്റെ കത്തി വെച്ച് തുറക്കാൻ ശ്രമിച്ചതിന്റെ പാടുകളും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാനതിന്റെ SP-യോട് DIG-യോട് സീനിയർ ഓഫീസേഴ്സിനോട് എല്ലാവരോടും പറയും. പക്ഷെ അവരൊന്നും അതത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല. അവര് പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഗാർഡിനെ വിന്യസിച്ചൂടെ, തോക്കും പിടിച്ച് 2-3 പേര് റോന്ത് ചുട്ടട്ടെ ശ്രീലയുടെ വീട്ടിന്റെ മുന്നിൽ എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ അങ്ങനെ ഒരു 3-4 ദിവസം ശ്രമിച്ചു നോക്കി. പക്ഷെ അതെനിക്ക് ഒട്ടും തൃപ്തികരമായിട്ട് തോന്നിയില്ല. കാരണം ഇതുപോലുള്ള ഒരു പ്രശ്നത്തിന് ഞാനൊരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് കുറെ പോലീസുകാരെ തോക്കും വെച്ചുകൊണ്ട് രാത്രി മുഴുവൻ അവിടെ നിർത്തേണ്ട കാര്യം എന്താണ്? ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് അവരെ ഞാൻ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ DGPക്ക് വേറൊരു റെക്കമെൻഡേഷൻ കൊടുത്തു. അതായത് ഈ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യണ്ട, അതിന് പകരം അവരെ ബറ്റാലിയനിലേക്ക് ഒരു പണിഷ്മെന്റ് പോലെ ട്രെയിനിങ്ങിന്, വിശദ പരിശീലനത്തിന് അറ്റാച്ച് ചെയ്താൽ മതി. ദൂരെയുള്ള ബറ്റാലിയനിലേക്ക് പറഞ്ഞു വിടുക, ലീവ് കൊടുക്കാതിരിക്കുക. ഈ പോലീസുകാർ തന്നെയാണ് ചെയ്യുന്നത് എന്നായിരുന്നു. കാരണം അതോടെ ഞാൻ അവരെ സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞത് ആ ഒരു ദിവസം തുടങ്ങിയ ഒരു ശല്യമായിരുന്നു. പക്ഷെ അതിനുശേഷവും ഇത് തുടർന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് ഈ നമ്മുടെ പോലീസ് ഓഫീസറുടെ ശത്രുക്കൾ ഒരുപാട് പേരുണ്ടാവും. സാധാരണ ഒരു പൊതുജനം ഒരു കേസ് അന്വേഷണത്തിന്റെ ഇടയിലോ ഒരു പരാതി അന്വേഷണത്തിന്റെ ഇടയിലോ ശത്രുവായാൽ അവർക്ക് ശത്രുതാ മനോഭാവം ഉണ്ടെങ്കിൽ പോലും കാര്യമായിട്ടൊന്നും ചെയ്യില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ചെയ്യാനായിട്ട് അവർക്ക് ധൈര്യം കാണില്ല. പക്ഷെ
ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ തന്റെ ശത്രുവാകുമ്പോൾ എന്തും ചെയ്യും. പ്രശ്നങ്ങളും പിന്നീടും എനിക്ക് അതങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ബറ്റാലിയനിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥരായിരിക്കില്ല ചിലപ്പോൾ ഈ വന്ന് ഉപദ്രവിക്കുന്നത്, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ആൾക്കാരും ആയിരിക്കാം എന്നുള്ള ഒരു സംശയവും മനസ്സിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനെന്താണ് ഒരു പോംവഴി എന്ന് ആലോചിച്ചപ്പോ 2 പട്ടിക്കുഞ്ഞുങ്ങളെ ഞാൻ സംഘടിപ്പിച്ചെടുത്തു. അപ്പൊ ആ പട്ടിക്കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്നതോടുകൂടി അവര് രാത്രി കുരയ്ക്കാൻ തുടങ്ങി. ഇപ്പൊ കൊച്ചാണ്, അവര് വെളിയിൽ ഇറക്കാറില്ല, ഞാൻ അകത്തിട്ട് തന്നെയാണ് ആദ്യമൊക്കെ വളർത്തിയിരുന്നത്. പക്ഷെ ആ കൊര കേൾക്കുമ്പോ ഇവരത് നിർത്തിയിട്ട് പോകും. അങ്ങനെ കുറച്ചൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോ അതങ്ങ് പൂർണ്ണമായിട്ട് നിന്നുപോയി. അപ്പൊ അങ്ങനെ നായ്ക്കൾ എന്റെ സെക്യൂരിറ്റി ആയ ഒരു കഥ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. വേറൊരു അവസരത്തിൽ ഞാൻ ജില്ലാ SP ആയിട്ട് ജോലി ചെയ്യുന്ന സമയം ഒരു സ്ത്രീയുടെ വീട്ടിൽ ഇതുപോലെ ശല്യം ഉണ്ടായി. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ്. അവർക്ക് ഇതുപോലെ രാത്രി വലിയ ശല്യമാണ്. ഇങ്ങനെ ആളുകൾ മതിൽ ചാടി കയറി വന്ന് അവരുടെ വീട്ടില് വാതിലിൽ കൊട്ടുന്നു, ബെല്ലടിക്കുന്നു, ഇങ്ങനെ ജനലിൽ കൊട്ടുക മുട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ മാഡം പോലീസിനെ വിടണം എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ഞാൻ കുറെ ദിവസത്തേക്ക് പോലീസിനെ വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഒരു VIP ഡ്യൂട്ടിയോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഡ്യൂട്ടിയോ പോലീസിന്റെ ഷോർട്ടേജോ വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടേക്ക് വിടാൻ പറ്റില്ലല്ലോ. അവരെന്നെ വിളിക്കും, ഫോണിൽ വിളിച്ചിട്ട് പറയും, മാഡം അവര് വന്നില്ല, ഇന്നലെ രാത്രി വീണ്ടും ശല്യം ഉണ്ടായി എന്ന് പറയും. അപ്പൊ നമ്മൾ നിരന്തരം ഒരു സ്ത്രീയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് 1-2 പോലീസുകാരെ രാത്രി വിന്യസിക്കുക എന്ന് പറയുന്നത് പ്രയാസമായതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, എന്റെ പഴയ ചേർത്തലയിലെ ഓർമ്മ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് ഒരു പട്ടിയെ വാങ്ങി വെച്ചുകൂടാ, നിങ്ങൾക്കൊരു കൂട്ടുവാകും, അവര് പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പട്ടിയെ ഇഷ്ടമില്ലാത്ത സ്ത്രീ ആയിരുന്നു തോന്നുന്നു. അവര് വളരെ ചൂടായി എന്നോട് സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ നായ്ക്കൾ മതിയല്ലോ, പോലീസ് എന്തിനായി നാട്ടില്, നിങ്ങളെയൊക്കെ കൊണ്ട് എന്താ ഗുണം, മറ്റൊരു വല്ലാത്ത രീതിയിൽ എന്നോട് സംസാരിച്ചതായിരുന്നു. കാരണം കേരളത്തിൽ ഇപ്പോൾ 1000-ഓ 1500-ഓ ആൾക്കാർക്ക് ഒരു പോലീസ് എന്നുള്ള കണക്കിലെ ഉള്ളൂ. ഇവർക്ക് ഡ്യൂട്ടി പോലും 8 മണിക്കൂർ വരുമ്പോൾ മാറണമല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും അവരുടെ എല്ലാരിലും ഓരോ മനുഷ്യരിലേക്കും അവരുടെ ശ്രദ്ധ എത്താനായിട്ട് പറ്റുമെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് പോംവഴി ഉണ്ടാവും. എപ്പോഴും നമുക്ക് പോലീസിനെ വിളിച്ച് ശല്യപ്പെടുത്തേണ്ടിയും വരില്ല, അവർക്കൊരു ബുദ്ധിമുട്ട് വരില്ല, നമുക്കും ഒരു സെക്യൂരിറ്റി. അപ്പൊ അങ്ങനെ നായ്ക്കൾ വളരെ നല്ല ഒരു സെക്യൂരിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്പലം കേന്ദ്രീകരിച്ചുള്ള മോഷണം ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ നേരത്തെ പരിശീലിച്ച് നോക്കിയ ഒരു വിദ്യയായിരുന്നു. അതായത് റെസിഡൻസ് അസോസിയേഷനുകൾ സജീവമായിരിക്കുമ്പോൾ അവിടെ കള്ളന്മാരുടെ ശല്യം കുറയാനായിട്ട് തെരുവ് നായ്ക്കൾ, ഭക്ഷണം കൊടുത്ത് വളർത്തുന്ന തെരുവ് നായ്ക്കൾ നല്ലപോലെ ബഹളം ഉണ്ടാക്കി പുറത്തുനിന്ന് രാത്രി കാലങ്ങളിൽ ആളുകൾ വരുമ്പോൾ ഓടിച്ചു വിടാറുണ്ട് എന്ന ഒരു റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞാൻ അമ്പലത്തിന്റെ ഭാരവാഹികളോട് ഞാൻ പറഞ്ഞു നോക്കി, എന്തുകൊണ്ട് നമുക്ക് നായ്ക്കളെ വിന്യസിച്ചുകൂടാ, അമ്പലത്തിന്റെ അകത്തോട്ട് കേട്ടിട്ട് അതിന്റെ പരിസരം കാത്തുകൊള്ളുമല്ലോ, അപ്പൊ ക്ഷേത്ര കവർച്ച നമുക്ക് തടയാനാകില്ലേ എന്ന് ചോദിച്ചപ്പോഴും ഇതുപോലെ ആ സ്ത്രീ പ്രതികരിച്ച പോലെ ഒരു പ്രതികരണം അവരുടെ കയ്യിൽ നിന്നുണ്ടായി. റെയിൽവേയിലുള്ള ആൾക്കാര് നായ്ക്കളെ, അതായത് ഒരു ചെലവുമില്ലാതെ തെരുവ് നായ്ക്കളെ അവരുടെ പാർക്ക് ചെയ്തിരിക്കുന്ന ബോഗികളിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാനും ചില ഗുഡ്സ് ബോഗികൾ ഇട്ടിരിക്കുമ്പോൾ അതിനകത്ത് കയറി മോഷണം നടത്താതിരിക്കാനും ഉപയോഗിക്കുന്നതായിട്ട് എനിക്കറിയാം. എനിക്ക് ഉപകാരം ചെയ്ത ഒരു ഗുണപ്രദമായ ഒരു സംഭവം വിവരിച്ചു എന്നേ ഉള്ളൂ. അടുത്ത ഒരു കഥയുമായി കാണുന്നവരെ സസ്നേഹം, ശ്രീലേഖ.